പെഹൽഗാം ഭീകരാക്രമണവും തിരിച്ചടിയും രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. തിരിച്ചടിക്കിറങ്ങിയപ്പോൾ ശത്രുപക്ഷത്ത് പാകിസ്ഥാൻ മാത്രമല്ല ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സൈന്യം. അയൽ രാജ്യമായ ചൈനയും ഒപ്പം തുർക്കിയും ഇന്ത്യക്കെതിരെ നിന്നു. ഇന്ത്യക്കെതിരെ ആയുധങ്ങൾ നൽകിയത് ഈ രണ്ട് രാജ്യങ്ങളുമാണ്. പെഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ചൈനയെ കൂടുതൽ സംശയത്തോടെ കാണേണ്ട സാഹചര്യമാണോ ഉണ്ടായിരിക്കുന്നത്? അതിർത്തി സംരക്ഷണം രാജ്യത്തിന് കൂടുതൽ വെല്ലുവിളിയാവുകയാണോ? ആദ്യം RDX റാപ്പ് കാണാം. ചൈനയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ നേരിടാൻ പാകിസ്ഥാനെ ചൈന പിന്തുണച്ചെന്നാണ് ആരോപണം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ അതിർത്തിയിൽ ഇന്ത്യക്ക് 3 എതിരാളികൾ ഉണ്ടായിരുന്നുവെന്നാണ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് ഉയർത്തിയ അതിരൂക്ഷ വിമർശനം. പാകിസ്ഥാൻ മുന്നിൽ നിന്ന് ഇന്ത്യയെ ആക്രമിച്ചു, ചൈന പിന്നിൽ നിന്ന് എല്ലാ പിന്തുണയും നൽകി. തുർക്കിയും ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാന് ചാവേർ ഡ്രോണുകളടക്കം നൽകി സഹായിച്ചു. ലോകത്തെ വിവിധ ആയുധ സംവിധാനങ്ങൾക്കെതിരെ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള ചൈനയുടെ ലൈവ് ലാബാണ് പാകിസ്ഥാനെന്നും ഇന്ത്യൻ സൈന്യം ചൂണ്ടിക്കാട്ടുന്നു. പുതിയ തലമുറ സൈനിക സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ചുള്ള പ്രസംഗത്തിലാണ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗിന്റെ വിമർശനം. DGMO തലത്തിലുള്ള ചർച്ചകൾ നടന്നപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ നീക്കങ്ങൾ ചൈന പാകിസ്ഥാന് കൈമാറിയിരുന്നതായും സൈന്യം വിശദീകരിക്കുന്നു. യുദ്ധം ആരംഭിക്കാൻ എളുപ്പമാണ്, പക്ഷേ നിർത്താൻ പ്രയാസമാണ്. യുദ്ധം നിർത്തലാക്കാനുള്ള മികച്ച നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നും സൈന്യം ചൂണ്ടിക്കാട്ടി. RDX റാപ്പ് ന്യൂസ് മലയാളം. ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗിന്റെ ചൈനയ്ക്കെതിരായ ആരോപണത്തിലേക്ക്. China, of course, the good old dictum, killed by a borrowed knife. 36 stratagems that China talks about, killed by a borrowed knife. So he would rather use the neighbor to cause pain than getting involved in the mud slinging match on the northern border. So that is what he's seen. And another thing that China perhaps has seen is that he's able to test his weapons against, say, various other weapon systems that are there. It's like a live lab which is available to. നമുക്ക് ഡാറ്റാ ഷീറ്റിലെ കൂടെ കാര്യങ്ങൾ പരിശോധിക്കാം. ചൈനീസ് കുബുദ്ധിയെക്കുറിച്ച് ഇന്ന് സൈന്യം പറഞ്ഞത് പാകിസ്ഥാന്റെ 81% സൈനിക ഉപകരണങ്ങളും ചൈനീസ് നിർമ്മിതമാണെന്ന് ഇന്ന് ഇന്ത്യൻ സൈന്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ പാക് സംഘർഷ മേഖല ചൈനയുടെ ആയുധ പരീക്ഷണശാലയാക്കി എന്നാണ് ഇന്ത്യൻ സൈന്യം കൃത്യമായും വ്യക്തമായും പറഞ്ഞത്. കടം വാങ്ങിയ കത്തിയാൽ കൊല്ലുക എന്ന ചൈനീസ് യുദ്ധതന്ത്രമെന്ന് രാഹുൽ ആർ സിംഗ് നേരത്തെ ആ വാക്കുകൾ കേട്ടു. ഇന്ത്യയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം പയറ്റിയത് പാകിസ്ഥാനെ സഹായിക്കുക എന്ന തന്ത്രമാണ് ചൈന ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ നീക്കങ്ങൾ ചോർത്തി നൽകി, സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ നീക്കം ചോർത്തി നൽകി എന്ന് സൈനിക ഉപമേധാവി ചൈനയെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യ പാക് DGMO തല ചർച്ചയ്ക്കിടെ പാകിസ്ഥാൻ ഇക്കാര്യം പരാമർശിച്ചെന്ന് രാഹുൽ ആർ സിംഗ് വ്യക്തമാക്കി. ഇന്ത്യയെ ആക്രമിക്കാൻ ചൈനയെ കൂടാതെ തുർക്കിയും പാകിസ്ഥാനെ സഹായിച്ചു എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുർക്കി നൽകിയ ചാവേർ ഡ്രോണുകൾ ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ചൈന എക്കാലവും പാകിസ്ഥാനെ സൈനികവും സാമ്പത്തികവുമായി സഹായിക്കുന്നു എന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണ്. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ആയുധ ദാതാവാണ് ചൈന എന്ന് നമുക്കറിയാം. യുദ്ധവിമാനം, ടാങ്കുകൾ, യുദ്ധക്കപ്പൽ, മിസൈലുകൾ, അന്തർവാഹിനികൾ എന്നിവ ചൈനയാണ് പാകിസ്ഥാന് നൽകുന്നത്. ആഗോള വേദികളിലും ചൈന പാക് അനുകൂല നിലപാട് സ്വീകരിക്കാറുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് പാക് ആണവോർജ്ജ പദ്ധതികൾക്ക് ചൈന സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ചൈന പാക് സാമ്പത്തിക ഇടനാഴിയിലൂടെയുള്ള വ്യാപാര ബന്ധവും അവർക്ക് നിർണായകമായതാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് ചരിത്രപരമായി വേരുകളുള്ള തർക്കമാണ് എന്ന കാര്യവും നമ്മൾ ഓർക്കണം. അതിർത്തി തർക്കങ്ങൾ പലപ്പോഴും വലിയ സംഘർഷമായും യുദ്ധമായും പരിണമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ 3500 കിലോമീറ്ററിലധികം നീളമുള്ള അതിർത്തി ഉണ്ട്. പലയിടത്തും നിയതമായ അതിർത്തിയില്ല. നിലവിലുള്ളത് തർക്കവിധേയമായ LAC ആണ്. 1962 ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം തുറന്ന യുദ്ധമായി മാറി എന്നത് നമ്മുടെ ചരിത്രത്തിലുണ്ട്. 62 ഒക്ടോബർ 20 ചൈനീസ് സേന ലഡാക്കിലും മക്മോഹൻ രേഖയിലും ഒരേ സമയം ആക്രമിച്ചു. യുദ്ധാനന്തരം ലഡാക്കിൽ ഉൾപ്പെട്ട അക്സായ് ചിൻ ചൈനീസ് നിയന്ത്രണത്തിലായി എന്ന കാര്യം നമുക്കറിയാം. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം തീർത്തും വഷളായി. അതോടെ പതിറ്റാണ്ടുകളായി വിച്ഛേദിക്കപ്പെട്ടു ആ ബന്ധം. 2020 കിഴക്കൻ ലഡാക്കിലെ ഗാൽവാർ താഴ്വരയിൽ ചൈന അതിക്രമിച്ച് കയറി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറനുസരിച്ച് തോക്കുപയോഗിക്കാതെ ഏറ്റുമുട്ടി എന്നതാണ്. കല്ലുകളും മുള്ളുകമ്പികളും ഉപയോഗിച്ച സംഘർഷത്തിൽ ഇരുഭാഗത്തും ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരു കേണലടക്കം 20 ഇന്ത്യൻ സൈനികർക്ക് അക്കാലത്ത് വീരമൃത്യുവുണ്ടായി. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും അതിർത്തികളിലെ സൈനിക വിന്യാസം കൂട്ടുകയാണ് ഉണ്ടായത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വ്യാപകമായി ബഹിഷ്കരിച്ചു. ടിക്ടോക്ക്, PUBG അടക്കം ആപ്പുകൾ നിരോധിക്കപ്പെട്ടത് ആ കാലത്താണ്, ഓർക്കണം. ഗാൽവാന് ശേഷം അരുണാചലിലെ തവാങ് സെക്ടറിൽ 2022 ചൈന കടന്നുകയറി. ചൈന പയറ്റിയത് ചെറിയ നീക്കത്തിലൂടെ പുതിയ പ്രദേശം കൈയടക്കുന്ന സലാമി സ്ലൈസിംഗ് തന്ത്രമാണ്.
എന്ന് വിലയിരുത്തപ്പെടുന്നു. 45 മിനിറ്റോളം നീണ്ട സംഘർഷത്തിൽ ചൈനീസ് സൈനികരെ ഇന്ത്യൻ സേന ശക്തമായി തന്നെയും ചെറുത്തു. ഇന്ത്യൻ സൈനികരെല്ലാം സുരക്ഷിതരാണെന്ന് പ്രതിരോധ മന്ത്രി അന്ന് പാർലമെന്റിനെ അറിയിച്ചു. ഇത്രയുമാണ് നമ്മുടെ ഡാറ്റാ ഷീറ്റിലുള്ള വിവരങ്ങൾ. ഹർഷൻ, ഇന്ന് വളരെ വ്യക്തമായിട്ടാണ്, അതായത് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പ്രത്യേകിച്ചും പെഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറോടെ കണ്ടൊരു കാര്യം, വ്യക്തത വളരെ കൃത്യമായിട്ടാണ് പൊതുജനങ്ങളെ അറിയിക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടാണ് അവർ പറയുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ നിശ്ചയമായിട്ടും രാഷ്ട്രീയ നേതൃത്വത്തിന് മറ്റ് പല കാര്യങ്ങളും പരിഗണിക്കാനുണ്ട്. പക്ഷേ സൈന്യത്തിന് അറുത്തു മുറിച്ചതുപോലെ അവർക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനനുസരിച്ച് ഇന്നത്തേതും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമായിരുന്നു. നമ്മളത് പരിശോധിക്കുന്നത് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത്, മുമ്പ് ഇപ്പോൾ ഇന്ത്യയുടെ വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് സമ്മതിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമല്ല, സേനാ നേതൃത്വമായിരുന്നു എന്നുള്ളൊരു കൗതുകമുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇത് വളരെ കൃത്യമായി, അത് ആദ്യഘട്ടത്തിൽ മുതലുണ്ട്, ഇതിൽ ചൈനയുടെ സഹായമുണ്ട് എന്ന്. നമ്മളൊക്കെ ആദ്യം കരുതിയിരുന്നത് ചൈനയുടെ ആയുധങ്ങൾ പലതരത്തിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ ഉണ്ടാവാം, പക്ഷേ അതിൻ്റെ യുദ്ധതന്ത്രം എന്ന നിലയ്ക്ക് തന്നെ ചൈനയുടെ ഒരു ഇടപെടലുണ്ട് എന്ന് നമ്മൾ ആ ഘട്ടത്തിൽ കരുതുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ കാര്യത്തിലൊരു വ്യക്തത വന്നിരിക്കുന്നു, ചൈനയുണ്ട് എന്ന്. അത് രാഷ്ട്രീയ നേതൃത്വമല്ല പറയുന്നത്, സൈനിക നേതൃത്വം തന്നെ പറയുകയാണ്. മറ്റൊന്ന് തുർക്കിയും തുർക്കിയുടെ ഡ്രോണുകൾ അവിടെ കൊടുത്തു എന്നുള്ളത് മാത്രമല്ല നമ്മൾ ആ നിലയ്ക്ക് പരിഗണിക്കേണ്ടത്. കാരണം നേരത്തെ ഇന്ത്യ ഗവൺമെൻറ്റുമായി അടുത്ത ബന്ധം പുലർത്താനുള്ള സാധ്യത ഒക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചു വന്ന ഒരു രാജ്യം, എല്ലായിടത്തും തുർക്കിയുടെ ഒരു പരിപാടി ഇതാണ്, ഞാൻ അവർക്കൊപ്പമാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. പ്രാദേശികമായി അവർ ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് എർദോഗൻ്റെ കാലമാകുമ്പോഴേക്ക് പൂർണ്ണമായും വർഗീയമായ കാര്യങ്ങൾ അവിടെ നടപ്പാക്കുക, അതിനപ്പുറത്ത് അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇടപെടുക എന്നുള്ള നിലപാടാണുള്ളത്. ഇപ്പം നാറ്റോയുടെ സഖ്യകക്ഷിയായി അവർ ചേരുന്നുണ്ട്, ഇപ്പുറത്തവർ നാറ്റോയിലെ അംഗമാണ്, പക്ഷേ ഇപ്പുറത്തവർ സമാന്തരമായി മറ്റ് ചില നാറ്റോ വിരുദ്ധ പ്രവർത്തികളെന്ന് തോന്നാവുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇതിലൊരു കൗതുകമുണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയുടെ യുദ്ധതന്ത്രത്തെ സൈനിക മേധാവി വിശദീകരിക്കുന്നത് വളരെ കൗതുകകരമായാണ്. കാരണം അത് പണ്ട് AD 489 മുതൽ ചൈനയിൽ നിലനിൽക്കുന്ന യുദ്ധതന്ത്രത്തിൻ്റെ ബാക്കിയാണ് എന്ന മട്ടിൽ ആണ് അതിനെ വിശദീകരിക്കുന്നത്. നമുക്കറിയില്ല, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുമില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓടിപ്പോയി അതെന്താണെന്നൊക്കെ നോക്കിയല്ലോ. നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യുദ്ധമാർഗനിർദ്ദേശ ഗ്രന്ഥമാണത് ചൈനയുടെ. അത് ചൈനീസ് സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്, ആ നിലയ്ക്ക് തന്നെയാണ് അത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അവർ പല കാര്യങ്ങളുണ്ട്, അതിപ്പോൾ 36 ഭാഗമായിട്ടാണ് അതുള്ളത്. അത് 6 ഭാഗമായി പിന്നീട് വേറെ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 ഭാഗം എന്ന് പറയുന്നത് ഒരു ഭാഗത്തിൽ 6 വെച്ചിട്ട് അങ്ങനെ 6 തിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തെ 3 ഭാഗം എന്ന് പറയുന്നത് അവർക്ക് മേൽക്കൈയുള്ള ഒരു സാഹചര്യത്തിൽ, അനുകൂലമായ സാഹചര്യത്തിൽ എങ്ങനെ ഇടപെടണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അടുത്ത 3 പ്രതികൂലമായ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അത് ഏതാണ്ട് സമ്പൂർണ്ണമായും തന്നെ ഇതെല്ലാം ഒരു വഞ്ചനയോ ചതിയോ ഒക്കെയാണ് അതിൻ്റെ ഒരു അന്തർലീനമായി കിടക്കുന്ന സംഗതി എന്ന് പറയുന്നത്, ഈ യുദ്ധതന്ത്രം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൗതുകരമായി തോന്നിയ ഒരു സംഗതി, തീ പിടിച്ച വീട്ടിൽ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അവരുടെ ഒരു അതിൽ ഈ പല വാചകങ്ങളായി ഈ കാര്യങ്ങൾ നിരത്തിയിട്ടുണ്ട്. അതിൽ തീ പിടിച്ച വീട്ടിലാണ് കൊള്ളയടിക്കേണ്ടത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ശത്രുവിൻ്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് തിരിച്ച് യഥാർത്ഥ ലക്ഷ്യത്തെ ആക്രമിക്കുക എന്ന് പറയുന്നു. പിന്നീട് ക്ഷീണിതനായിരിക്കുന്നവനെ ആക്രമിക്കുക. ഇങ്ങനെ ഓരോന്നിനും ഓരോ തന്ത്രം ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ഏറ്റവും രസകരമായ തന്ത്രം ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അത് പിന്തിരിഞ്ഞോടുക, പിന്നീട് എപ്പോഴും ആക്രമിക്കാന്നുള്ളതാണ്. അതല്ല, അപ്പോൾ ഈ മട്ടിൽ ഇത് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജിയാനാവോ ഷാറൻ എന്ന് പറയുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, ഈ മറ്റൊരാളുടെ കത്തി ഉപയോഗിച്ച് ശത്രുവിനെ ആക്രമിക്കുക എന്നുള്ളത്. അതാണ് ഈ യുദ്ധ വേദിയിൽ പ്രയോഗിച്ചത് എന്നുള്ളതാണ്. നമുക്കിത് അവസാനിപ്പിക്കാൻ പെട്ടെന്ന്. അതായത് ഇതിനകത്ത് പാകിസ്ഥാൻ തീവ്രവാദികളെ ഉപയോഗിക്കുന്നു, പാകിസ്ഥാനെ ചൈന ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഒരു കാര്യം, തുർക്കി അവിടെ നിന്ന് പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്ക് പ്രകാരം ഞാനിപ്പോൾ കണ്ടത് $8.2 ബില്യൺ ആയുധങ്ങളാണ് ചൈന 2015 വരെ വിറ്റത്. ആകെ 200-നും 2000-നും 2020-നും ഇടയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്നതിൽ 4ാമത്തെ ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരനാണ് ഈ ചൈന. ഇതിൽ 63% ഇവർ വിൽക്കുന്ന ഈ കച്ചവടത്തിൻ്റെ 63% പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ കച്ചവടം ഒരു വഴിക്കുണ്ട്,
മറുവഴിക്ക് രണ്ട് തരത്തിൽ അവർ ലാഭം നോക്കുന്നു. ഒന്ന് കച്ചവടത്തിൻ്റെ കാര്യം, രണ്ടാമത്തത് ഇപ്പുറത്ത് ഇന്ത്യയെ ക്ഷീണിപ്പിക്കാം എന്നുള്ളത്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, തുർക്കിയാണെങ്കിലും ഇവരാണെങ്കിലും പാകിസ്ഥാനിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ ആയുധം വെച്ച് ആക്രമിച്ചോട്ടെ എന്ന് വെച്ചാൽ നേരിട്ട് മുട്ടാനൊന്നും ഇന്ത്യയോട് നല്ല ധൈര്യമുള്ള കൂട്ടരല്ല ഇവർ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട്. അപ്പം നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ചൈനീസ് സഹായത്തിൽ അഭിരമിക്കുന്ന പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ മുൻപും ചൈന ശ്രമിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയത് ഭീകരവാദത്തിനെതിരായ പോരാട്ടമാണ്. അവിടെയും കുളം കലക്കി മീൻ പിടിക്കാൻ ചൈന ശ്രമിച്ചെന്ന ഇന്ത്യയിലെ ഉത്തരവാദപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. നല്ല അയൽക്കാരില്ലാത്തത് ഇന്ത്യ പതിറ്റാണ്ടുകളായി നേരിടുന്ന പ്രശ്നമാണ്. ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പരസ്യമായി സമാധാനത്തിൻ്റെ ശാന്തി ദൂതനായി അഭിനയിച്ച് രഹസ്യമായി ആയുധ പരീക്ഷണശാലയൊരുക്കിയ ചൈനീസ് കുതന്ത്രങ്ങളെ ഇന്ത്യ കൂടുതലായി കരുതേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സൈന്യത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഇടവേളയിലേക്ക്